പ്രവാസ ലോകത്തെ വാർത്തകൾ. ട്രംപിന്റെ താരിഫ് ഇളവ് തേടി ബംഗ്ലാദേശ്. US വ്യോമയാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് 25 വിമാനങ്ങൾ വാങ്ങാൻ ബംഗ്ലാദേശ് കരാർ ഒപ്പിട്ടു. പരസ്പര താരിഫ് സംബന്ധിച്ച് US-ഉമായുള്ള വ്യാപാര ചർച്ചകളുടെ ഭാഗമായാണ് വിമാനങ്ങൾ വാങ്ങാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചതെന്ന് വാണിജ്യ സെക്രട്ടറി മഹബൂർ റഹ്മാൻ പറഞ്ഞു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഈ വിമാനങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. വിമാനങ്ങൾ വാങ്ങുന്നതിന് പുറമെ US-ൽ നിന്ന് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള മറ്റൊരു കരാറിനും ബംഗ്ലാദേശ് അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-ക്ക് പിന്നാലെ ഗോൾഡൻ വിസയുമായി ബഹ്റൈൻ. പ്രവാസികൾക്ക് ബഹ്റൈനിൽ സ്ഥിരതാമസത്തിന് സുവർണാവസരം. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് മികച്ച അവസരമാണ് ഗോൾഡൻ വിസയിലൂടെ ബഹ്റൈൻ നൽകുന്നത്. നിശ്ചിത വിഭാഗങ്ങൾക്കാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. ബിസിനസ്സുകാരായ വിദേശിയർക്ക് 100% ഉടമസ്ഥാവകാശമാണ് ബഹ്റൈൻ നൽകുന്നത്. ബഹ്റൈനിൽ 2 ലക്ഷം ദിനാറിൽ കുറയാത്ത മൂല്യമുള്ള വസ്തുക്കളുടെ ഉടമകൾ, നിശ്ചിത മേഖലയിൽ പ്രതിഭകളായവരും സർക്കാർ ഏജൻസികൾ നോമിനേറ്റ് ചെയ്തവരുമായ വിദേശികൾ കഴിഞ്ഞ 5 വർഷമായി 2000 ദിനാറിൽ കുറയാത്ത ശമ്പളത്തിൽ ബഹ്റൈൻ ജോലി ചെയ്യുന്ന പ്രവാസികൾ എന്നിവർക്ക് ഗോൾഡൻ വിസ ലഭിക്കും. ആജീവനാന്ത റെസിഡൻസിയാണ് ഗോൾഡൻ വിസ നൽകുന്നത്. ഭാര്യ, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്ക് പരിധിയില്ലാത്ത താമസമാണ് ഉറപ്പാക്കുന്നത്. ബഹ്റൈനിലെ നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ പരിഷ്കരിച്ചു. പ്രവാസികളുടെ ലൈസൻസ് കാലാവധി 5 വർഷമാക്കി. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് പൗരന്മാർക്കും GCC പൗരന്മാർക്കും 15 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി നൽകുന്ന പുതിയ ട്രാഫിക് നിയമം കുവൈറ്റ് നടപ്പാക്കി. അതേസമയം കുവൈറ്റ് ഇതര പ്രവാസികൾക്ക് ഇനി 5 വർഷത്തേക്ക് ലൈസൻസ് ലഭിക്കും. സ്വകാര്യ പൊതു മോട്ടോർ സൈക്കിൾ തൊഴിൽ ലൈസൻസ് വിഭാഗങ്ങളെ ബാധിക്കും. ഇത് നിയമപരമായ സ്ഥിരീകരണ കാർഡിന്റെ കാലാവധി വരെ മാത്രമേ സ്ഥിരമല്ലാത്ത താമസക്കാർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ലൈസൻസ് തരങ്ങളും പുതിയ കാലാവധി കാലയളവും സ്വകാര്യ കാറുകൾ, ടാക്സികൾ, മോട്ടോർ സൈക്കിളുകൾ, പ്രത്യേക വാഹനങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെ ബാധകമാണ്. 7 യാത്രക്കാർ വരെ കയറാവുന്ന വാഹനങ്ങൾ, 2 ടണ്ണിൽ താഴെയുള്ള ചെറിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ടാക്സികൾ, ആംബുലൻസുകൾ എന്നിവയ്ക്കും ഈ ലൈസൻസ് ബാധകമാണ്. പ്രവാസികൾക്ക് ഓരോ വർഷവും ലൈസൻസ് പുതുക്കുന്നതിന് പകരം 5 വർഷത്തിലൊരിക്കൽ പുതുക്കിയാൽ മതി. ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മേക്ക് മൈ ട്രിപ്പ് UK-യുടെ പ്രീമിയർ ഇനുമായി സഹകരിക്കുന്നു. ഇന്ത്യൻ യാത്രക്കാർക്ക് UK-യിലെ നഗരങ്ങളിൽ കൂടുതൽ താമസ സൗകര്യം ഇതുവഴി ലഭ്യമാകും. UK-യിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലയുമായുള്ള പുതിയ പങ്കാളിത്തത്തെ തുടർന്ന് മേക്ക് മൈ ട്രിപ്പ് കൂടുതൽ ഹോട്ടൽ സൗകര്യം UK-യിൽ അനുവദിക്കുന്നു. UK-യിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ യാത്രക്കാർ കൂടുതൽ താമസ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ നീക്കം. UK-യിലുടനീളമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും പണത്തിന് മൂല്യമുള്ള താമസത്തിനും വിശാലമായ സാന്നിധ്യത്തിനും പേരുകേട്ടതാണ് പ്രീമിയർ ഇൻ. ഈ പങ്കാളിത്തം മേക്ക് മൈ ട്രിപ്പിന്റെ അന്താരാഷ്ട്ര ഹോട്ടൽ പോർട്ട്ഫോളിയോയെ ശക്തിപ്പെടുത്തും. വിറ്റ്ബ്രൈറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് പ്രീമിയർ ഇൻ. UK, അയർലൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു. ബ്രാൻഡിന്റെ വിശാലമായ ശൃംഖലയും വിലനിർണ്ണയ ഘടനയും വിദേശത്ത് ആശ്രയയോഗ്യമായ താമസസൗകര്യം നേടുന്ന ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇന്ത്യക്കാർ അവധി ദിനങ്ങൾക്കും ബിസിനസ് യാത്രകൾക്കുമായി വിദേശ ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാൽ അന്താരാഷ്ട്ര യാത്രാ വിഭാഗത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുന്നതിനുള്ള മേക്ക് മൈ ട്രിപ്പിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ വികസനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വിദേശികളുടെ വിസ ലേബർ കാർഡ് ഗ്രേസ് പീരീഡ് ഉടൻ അവസാനിക്കും. ജൂലൈ 31 വരെ അവസരം പ്രയോജനപ്പെടുത്താം. ഒമാനിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. വിദേശികളുടെ നിയമപരമായ തൊഴിൽ പദവി നിലനിർത്താനുള്ള അവസാന ഗ്രേസ് പീരീഡ് ഈ മാസം 31 അവസാനിക്കുമെന്ന് എല്ലാ തൊഴിൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകി. പിഴയില്ലാതെ ലേബർ കാർഡ് പുതുക്കുന്നതിനുള്ള തീയതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും നിലവിലുള്ള ഇളവ് പ്രയോജനപ്പെടുത്തണം. സമയപരിധി അവസാനിച്ചാൽ അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിദേശികൾക്ക് രാജ്യത്ത് ജോലി ചെയ്യുന്നതിനുള്ള പദവി നഷ്ടപ്പെടാതിരിക്കാനും പിഴ ഒഴിവാക്കാനുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം ഫെബ്രുവരി മുതൽ 6 മാസത്തെ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.